അപ്പോൾ മച്ചന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ബൈസൺ വാലിയിലാണ്, ഹണിയുടെ വീട്ടിലാണ്. ഇന്നലെ നമ്മൾ വൈകിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാത്രിയായപ്പോഴാണ് 8 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ ഹണിയുടെ പപ്പേനെയും മമ്മീനെയും പിന്നെ ഞങ്ങൾ എബിൻ എന്ന പേര്, അതിൻ്റെ ഞങ്ങൾ മാത്തൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ മാത്തൻ്റെ വൈഫിനെയും കുഞ്ഞു പൊടിമോളെയും കൊച്ചിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഏലമായിരുന്നു മെയിനായിട്ട്. പിന്നെ എല്ലാം ഇതുകൊണ്ട് കേട്ടോ, ജാതി, അങ്ങനെ കൊടി, കുരുമുളക്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വേനലിൽ ഭയങ്കരമായിട്ട് ബാധിച്ചായിരുന്നു ഏലത്തിനെ. അതുകൊണ്ട് ഇങ്ങനെ ഈൽഡൊക്കെ ഈ പ്രാവശ്യം വളരെ കുറവാണ്. ആ ഭാഗത്ത് വലിയൊരു പടുതാക്കുളം ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നിറച്ച് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാര്യങ്ങളിലൊക്കെ നമുക്കതൊക്കെ കാണാം. മീൻ പിടിക്കുന്നതൊക്കെ സാധിക്കുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ നല്ല വെയിലാണ്. ഇവിടുന്ന് അടുത്തൊരു 10 കിലോമീറ്റർ താഴെയുള്ളൂ കേട്ടോ മൂന്നാർ, ദേവികുളമൊക്കെ. മാത്തൻ ജോലിക്ക് പോയിക്കണം, പോലീസിലാണ്. ഇപ്പോൾ വീട്ടിൽ മാത്തൻ്റെ വൈഫും അതെ ജോലിക്ക് പോയി. വീട്ടിലിപ്പോൾ പപ്പയും മമ്മിയും കുഞ്ഞു പൊടിമോള് റോസമ്മ എന്നാണ് വിളിക്കുന്നത്, അവരാണുള്ളത്. മഴ മാറ്റത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്ന് രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇത് കുഞ്ഞൊരു മഞ്ഞപ്പൂ. ഹലോ ഫ്രണ്ട്സ്, ഇത് മമ്മിയുടെ കുറച്ച് പച്ചക്കറിത്തോട്ടമൊക്കെയാണ്. നീല കളറിലുള്ള മുളക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ നീല കളറിലുള്ള മുളക്, പിന്നെ കുറച്ച് പയർ, പിന്നെ ഒരു പാവൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അങ്ങോട്ടെല്ലാം പപ്പയുടെ നമ്മുടെയൊക്കെ ഏലത്തിൻ്റെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ. മമ്മി ഒരു പുതിനയുടെ ചൂട് നട്ടു വെച്ചേക്കുന്നതാണിത്. ഇവിടെ എല്ലാ സാധനങ്ങളും തന്നെ ഇങ്ങനെ കുറേശ്ശെ നട്ടു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 മക്കളാണ്. ഞാനും എനിക്ക് ഇളയ ഒരാങ്ങളയുണ്ട്. എബിൻ എന്നാണ് പേര്, മാത്തൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവൻ്റെ വൈഫ് അഖില സ്കൂളിൽ പഠിപ്പിക്കുവാണ്, ടീച്ചറാണ് രാജകുമാരിയിൽ. അവർക്ക് 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ആൻഡ്രിയ റോസ് എന്നാണ് അവളുടെ പേര്. റോസൂന്നും റോസമ്മ എന്നൊക്കെ വിളിക്കും. പിന്നെ അതുകൂടാതെ പിന്നെ പപ്പായും മമ്മിയാണ് വീട്ടിലുള്ളത്. പപ്പയുടെ പേര് ജോയി എന്നാണ്, മമ്മിയുടെ പേര് ആശ. പപ്പയുടെ ഏലക്കൃഷിയാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ നല്ല ഏലക്കൃഷിയൊക്കെ ആയിരുന്നു. അതിപ്പം വെയിൽ വന്നപ്പോഴത്തേനും കുറേ വെയിൽ ശരിക്കും ഏറ്റു. അതിന് ശേഷം ഒത്തിരി റീപ്ലാന്റ് ചെയ്യേണ്ടി വന്നു പപ്പയ്ക്ക്. ഇവിടെ മമ്മിയും പപ്പായും അവനോട് തന്നെയാണ് ഏലത്തിലെ പണിയൊക്കെ ചെയ്യുന്നത്. പിന്നെ കായ എടുക്കാൻ മാത്രം നമ്മൾ ചേച്ചിമാരെ വിളിക്കും, അതിന് വരുള്ളൂ. ബാക്കി പണി കംപ്ലീറ്റ് അവർ തന്നെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടെ പറമ്പിൽ ജാതിയുണ്ട്, തെങ്ങുണ്ട്, കുരുമുളകുണ്ട്, ഗ്രാമ്പുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുറേശ്ശെ പപ്പയ്ക്ക് ഉണ്ട്. നമ്മൾ ഇവിടുന്നാണ് ഫസ്റ്റ് ഏലം കൊണ്ടുപോയി നമ്മുടെ പറമ്പിൽ വെച്ചതും. പപ്പായാണ് നമുക്കത് അവിടെ ഒന്ന് നട്ടു തരികയും ഒക്കെ ചെയ്തതും. ശരിക്കും ഏലത്തിൻ്റെ ബാലപാഠം പഠിച്ചത് പപ്പായുടെ അടുത്തുനിന്നാണ്. നമുക്ക് ഏലക്കൃഷി ഇല്ലായിരുന്നു. വീട്ടിൽ പപ്പായും അമ്മയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ വീട്ടിലില്ലായിരുന്നു. ചേട്ടായി കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ലിസിയിലുമായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞങ്ങൾ 2 പേരും ഇപ്പം വീട്ടിലുണ്ട്. മോനും പപ്പായ്ക്കും അമ്മയ്ക്കും ഇപ്പം കുറച്ച് വയ്യാഴികയും, കുറച്ചല്ല, പപ്പ തീരെ കിടപ്പാണ്, അമ്മയ്ക്കും വയ്യാത്തതാണ്. പ്രായമായവർ അവർ 2 പേരും.
അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ വയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ടും വീട്ടിൽ വേണം, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ നേഴ്സായിരുന്നു, ചേട്ടായി അനസ്തേഷ്യ ടെക്നീഷ്യനാണ്. ഇങ്ങനെ പറമ്പിലെ കൃഷിയൊക്കെ ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടും ഒക്കെ ആയിരുന്നു പപ്പായും മമ്മിയും കൂടെ ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിച്ചത്. എന്നെ നേഴ്സിംഗ് വരെ പഠിപ്പിച്ചു, BSc നേഴ്സിംഗ് കഴിഞ്ഞു. അവനെ എൻജിനീയറിംഗ് BTech ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ PSc ഒക്കെ എഴുതി അതിൽ അങ്ങനെ അവൻ പോലീസിൽ കയറി. അവന് പിന്നെ ഇഷ്ടമുള്ളൊരു പ്രൊഫഷനായിരുന്നു, അങ്ങനെ അവനതിന് പോയി. ഞാൻ ലിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം. ഞങ്ങളുടെ വീട് ഞങ്ങളുടെ തന്നെ കൃഷിഭൂമിയുടെ നടുക്കാണ് ഇരിക്കുന്നത്. ചുറ്റിനും ഇങ്ങനെ കൃഷിയൊക്കെയാണ്. അതിൻ്റെ നടുക്ക് പഴയൊരു തറവാടാണ്. പപ്പയുടെ അപ്പനും അമ്മയൊക്കെ കൂടി പണിത ഒരു വീടാണ്. 40-45 വർഷത്തെ പഴക്കമുണ്ട്. പണ്ടത്തെ രീതിയിലുള്ള ഓടൊക്കെ ഇട്ട് മച്ചൊക്കെ ഉള്ളൊരു വീടാണ്. കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് താമസിക്കാൻ നല്ല സുഖമാണ്. എന്നാലും സൗകര്യാർത്ഥത്തിൽ ഇനിയൊരു വീട് പണിയണം, നല്ലൊരു വീട്. 1-2 വർഷത്തിനുള്ളിൽ പുതിയൊരു വീട് പണിയണമെന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ തറവാട് ഇപ്പോൾ അവർ താമസിക്കുന്ന സിറ്റി ടൗണിലേക്ക് അവർ മാറി. അവിടെ പപ്പയുടെ അപ്പനുണ്ട്, 96 വയസ്സൊക്കെ ആയി. പപ്പയുടെ അനിയനും ആൻറ്റിയും മക്കളുമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. നമുക്ക് അവിടെ പോവാം. ചാച്ചനെ ഒക്കെ കാണിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ മമ്മിക്ക് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചേ ഉള്ളൂ. എന്നാലും ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഈ ചെടി. അതിനിടയ്ക്കൂടെ തന്നെ ഇച്ചിരിച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനൊക്കെയുള്ള പച്ചക്കറികളൊക്കെ മമ്മി ഇങ്ങനെ നട്ട് ഉണ്ടാക്കും. പിന്നെ ഇത് ബോൾസ് എന്ന് പറഞ്ഞ ചെടിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നല്ല കുറ്റിമുല്ലയുണ്ട് ഇവിടെ. ഇപ്പം നിറയെ മുല്ലപ്പൂക്കളൊക്കെ അതേ കൂടെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല സ്മെല്ലാണ്. ഇവിടെ വരുമ്പം തന്നെ നല്ല സ്മെല്ലുണ്ട്. നല്ല കുറ്റിമുല്ലയാണ്. മുല്ലയുടെ മുട്ടൊക്കെ കണ്ട ഉണ്ട്. പിന്നെ അതേ തന്നെ ഒരു പാഷൻ ഫ്രൂട്ട് കയറി കിടപ്പുണ്ട്. അത്തക്ക നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണിത്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഇതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവ്. പിന്നെ ഇവിടെ വന്നതിന് മമ്മിയുടെ പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ടുള്ള വഴുതനങ്ങ, വെള്ള കളറ് കാന്താരി, ഇതുണ്ട് വൈറ്റ് കളർ പാൽക്കാന്താരി എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു സപ്പോട്ട മരമാണ്. ഇതിൽ സപ്പോട്ട ഇഷ്ടംപോലെ ഉണ്ടാകുന്നത്. ഇപ്പോൾ പിന്നെ ചെറുതാട്ടോ. ഇതുണ്ടോ, തീരെ ചെറിയ കായകളാണ്, വലുതായി വരുന്നതേ ഉള്ളൂ. ഇത് മമ്മി ഇങ്ങനെ മമ്മിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും കാന്താരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കുറ്റി ബീൻസ് ഇതൊക്കെ കായായി വരുന്നതേ ഉള്ളൂ. ചാക്കിലൊക്കെ മമ്മി ഇങ്ങനെ വെക്കും. ഹലോ, ഇതാണ് എൻ്റെ പപ്പായും മമ്മിയും. പിന്നെ നമ്മുടെ മാത്തൻ്റെ കുഞ്ഞാവേ റോസ് മോള്. ഇതാണ് ചിരിച്ച മോളെ. ചിരിച്ചേ, ചേട്ടായി ഒന്ന് മിണ്ടിക്കേ. ചേട്ടായിക്ക് ഒരു ഉമ്മ കൊടുക്കാവോ? ചേട്ടായിക്ക് ഉമ്മ കൊടുത്തേ. ചേട്ടായിക്ക് കൊടുക്ക. ആ ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുക്കടാ. ഹായ് പറഞ്ഞോ മമ്മി? പറഞ്ഞോ ഹായ്. പപ്പ പറ. റോസ്മാളൊരു ഹായ് പറഞ്ഞേ. ഹായ് ചേച്ചി. അമ്മ എന്തേ? അമ്മ എന്തേ റോസ്മാളെ? അമ്മ അമ്മ അപ്പ എന്തേ? നോക്ക് നോക്കിയേ, അപ്പ ഡ്യൂട്ടിയിലാണോ? അച്ചച്ചി എന്തേ? അങ്ങനെയൊക്കെ അവള് കുഞ്ഞു കുഞ്ഞു വേടൊക്കെ പറയും. മമ്മി, അമ്മ, അപ്പ അല്ലേ? എന്താണ് നമ്മുടെ ബെഞ്ചമിൻ കുട്ടൻ മമ്മിയുടെ മടിയിലിരിക്കുന്നു.
റോസ് മോള് വല്യപ്പാട് മടിയിലിരിക്കുന്നു അല്ലേ? ചേട്ടാ റോസ് മോളെ ഇതാണ് മാത്തൻ്റെ വൈഫ് അഖില. അഖില സ്കൂള് കഴിഞ്ഞിട്ട് പോയിട്ട് വന്നതാ കേട്ടോ. എന്നാ തിന്നുന്നേന്ന് പറഞ്ഞേ? ചേട്ടാ ചേട്ടാ അവള് ആ കൊച്ച് ബെഞ്ചമിൻ കളിക്കുന്ന കണ്ടോണ്ട് ചിരിക്കുന്നതാണേ. റോസ് അമ്മയുടെ കയ്യിലിരിക്കണതാണ് കാണുന്നത്. കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വന്നു ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അമ്മയാണോ? അമ്മ അമ്മ അവള് പിന്നെ അമ്മ എന്ന് പറഞ്ഞ് മാതാവിനെയാ നോക്കുന്നത്. പൂവെന്തിയെ? പൂവുണ്ട്. തേങ്ങ എന്തിയെ? തേങ്ങ. തെങ്ങിന്റെ മണ്ട. ചക്ക എന്തിയെ? ചക്ക. ബ്ലാക്കി എവിടെയാ മോനെ? ബ്ലാക്കി എന്തി? ബ്ലാക്കി ബ്ലാക്കിനെ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.